obtain the mean and variance of a chi-square random variable with n degrees of freedom. അപ്പോൾ നമുക്ക് ആദ്യം ഒരു chi-square random variableന്റെ PDF എന്താണെന്ന് നോക്കാം. അപ്പോൾ PDF of a chi-square random variable is given by f of chi-square is equal to half raised to n by 2 by gamma n by 2 chi-square raised to n by 2 minus 1 e raised to minus chi-square by 2, where chi-square is greater than 0. അപ്പോൾ ഇതാണ് ഒരു chi-square ഡിസ്ട്രിബ്യൂഷന്റെ PDF. അല്ലേ? അപ്പം നമുക്ക് chi-square ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ chi-square ഡിസ്ട്രിബ്യൂഷന്റെ PDF കണ്ടാൽ നമുക്ക് മനസ്സിലാവും chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ അതേ പാറ്റേണിലുള്ള ഒരു PDF ആണ് വന്നിരിക്കുന്നത്. ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ PDF എങ്ങനെയായിരുന്നു? f of x is equal to m raised to p by gamma p x raised to p minus 1 e raised to minus mx, where x is greater than 0. അപ്പോൾ ഇതാണ് ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ PDF ഉണ്ടായിരുന്നത്. അപ്പം chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് m is equal to 1 by 2 and p is equal to n by 2. m 1 by 2 p n by 2 വരുന്ന ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷനാണ് ആക്ച്വലി chi-square ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം അതിന്റെ മീൻ എന്താന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് chi-square ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ chi-square എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ. നമ്മൾ എക്സ് എന്നൊക്കെ ഉപയോഗിക്കുന്ന സ്ഥാനത്താണ് ഇവിടെ chi-square ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാൻ പറഞ്ഞാൽ ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിൽ റൈറ്റ് ദിസ് ആസ് ഇന്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്താണ് chi-square വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് chi-square എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെഴുതും? ഇന്റഗ്രൽ ഓവർ chi-square ഇൻറ്റു എഫ് ഓഫ് chi-square d chi-square എന്ന് നമുക്ക് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ chi-squareന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ chi-square ഇസ് ഗ്രേറ്റർ ദാൻ 0, അതായത് 0 ടു ഇൻഫിനിറ്റി അല്ലേ. chi-square ഇൻറ്റു എഫ് ഓഫ് chi-square എഴുതാം ഹാഫ് റേസ് ടു n by 2 ബൈ ഗാമ n by 2 chi-square റേസ് ടു n by 2 മൈനസ് 1 e റേസ് ടു മൈനസ് chi-square by 2 d chi-square. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് chi-square എഴുതിയത് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഈ 1 by 2 റേസ് ടു n by 2 ബൈ ഗാമ n by 2 അത് കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് വെക്കാം. അപ്പോൾ ഹാഫ് റേസ് ടു n by 2 ബൈ ഗാമ n by 2നെ ഞാൻ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഇന്റഗ്രലിന്റെ ഉള്ളിൽ ഇനി എന്താ വരാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഇവിടെ ഒരു chi-square എന്ന് പറഞ്ഞ ടേം ഉണ്ട്, അതായത് chi-square റേസ് ടു 1. ഇവിടെ എന്തുണ്ട്? chi-square റേസ് ടു n by 2 മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമുകൾ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. നമ്മൾ ഈ പാറ്റേണിലാണ് എഴുതുന്നത്. chi-square റേസ് ടു n by 2 പ്ലസ് 1 മൈനസ് 1 ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കാരണം നമുക്ക് ഇത് എക്സ് റേസ് ടു പി മൈനസ് 1 എന്നുള്ള രൂപത്തിൽ വേണം ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് വേരിയബിൾ റേസ് ടു സംതിങ് മൈനസ് 1 എന്ന രൂപത്തിൽ നമ്മൾ എഴുതി വെക്കുകയാണ് ഇവിടെ. കാരണം നമ്മൾ ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഇ റേസ് ടു മൈനസ് chi-square by 2. അപ്പോൾ ആക്ച്വലി ദിസ് ഇസ് 1 by 2 മൈനസ് ഇ റേസ് ടു മൈനസ് 1 by 2 chi-square ആണ്. ഡി chi-square എന്ന് നമുക്ക് എഴുതാം അല്ലേ. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഓഫ് chi-square എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മളെ എക്സ്പെക്ടേഷൻ ഓഫ് chi-square. അപ്പോൾ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് നോക്കുമ്പം ഇതൊരു ഗാമ ഫംഗ്ഷൻ പോലെയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഗാമ ഫംഗ്ഷൻ? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എം എക്സ് ഡി എക്സ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എം റേസ് ടു പി ഗാമ പി ബൈ എം റേസ് ടു പി എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നോക്കുമ്പം ഇവിടുത്തെ വേരിയബിൾ chi-square ആണ്. അപ്പൊ chi-square റേസ് ടു n by 2 പ്ലസ് 1 മൈനസ് 1, അതായത് ഇവിടെ പിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് n by 2 പ്ലസ് 1 ആണ് അല്ലെ. പിന്നെ ഇവിടെ വരേണ്ടത് ഇ റേസ് ടു മൈനസ് എം എക്സ് ആണ് അല്ലെ. അപ്പൊ ഇ റേസ് ടു മൈനസ് എം എക്സ് വരുന്ന സ്ഥാനത്ത് ഇ റേസ് ടു മൈനസ് എമ്മിന്റെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? 1 by 2 ആണ് വന്നിരിക്കുന്നത് ഇൻറ്റു അവർ വേരിയബിൾ. അപ്പം m is equal to 1 by 2 എന്ന് നമുക്ക് എഴുതാം.
അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗാമ ഫംഗ്ഷൻ വിത്ത് പി ഇസ് ഈക്വൽ ടു n/2 + 1 ആൻഡ് m ഇസ് ഈക്വൽ ടു 1/2. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ആദ്യം കോൺസ്റ്റൻസ് എഴുതാം, ½ ബൈ ഗാമ n/2. ഇനി ഇന്റഗ്രലിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ p ബൈ m⁻p. ഗാമ p ഇസ് n/2 + 1 ഡിവൈഡഡ് ബൈ m⁻p, ½ n/2 + 1. ഇനി നമുക്ക് നോക്കാം നമ്മളെ ഗാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗാമ p+1 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് p ഗാമ p. അങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ ഗാമ n/2 + 1 വന്നിട്ടുണ്ട്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? n/2 ഗാമ n/2 എന്ന് എഴുതാം. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ½ n/2 ബൈ ഗാമ n/2. ഇവിടെ ഞാൻ n/2 ഗാമ n/2 എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചു. ആൻഡ് താഴെയുള്ള ½ n/2 + 1നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാണ്. ദാറ്റ് ഈസ് ½ n/2 ഇൻറ്റു ഹാഫ്, അതായത് ½ അല്ലേ? നമുക്കറിയാം a⁻m+n എന്ന് വന്നാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് a⁻m ഇൻറ്റു a⁻n. അതേമാതിരി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി ½ അല്ലേ? അപ്പം നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. അപ്പം നോക്കുമ്പോൾ ഇവിടെ കുറേ ഫാക്ടേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഗാമ n/2 ഗാമ n/2 കോമൺ ഫാക്ടർ ക്യാൻസൽ ആയിപ്പോയി അല്ലേ? പിന്നെ ഇവിടെ ½ n/2 ½ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇവിടെ എന്താണുള്ളത്? ഒരു n/2 ഉണ്ട് ഡിവൈഡഡ് ബൈ 1/2 ഉണ്ട്. It can be written as n/2 into 2/1 or this is equal to n. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് chi² എന്താണ് കിട്ടിയിരിക്കുന്നത്? n ആണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഫോർ എ chi² റാൻഡം വേരിയബിൾ എക്സ്പെക്ടേഷൻ ഓഫ് chi² will be equal to its degrees of freedom. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് തുല്യമായിരിക്കും അതിൻ്റെ എക്സ്പെക്ടേഷൻ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് n ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള ഒരു റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് chi² n കിട്ടി അല്ലേ? അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു റാൻഡം വേരിയബിൾ ആയിരുന്നുവെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് chi² n-1 ആയിരിക്കും. ഞാനൊരു 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള chi² റാൻഡം വേരിയബിൾ ആണെച്ചാൽ എക്സ്പെക്ടേഷൻ ഓഫ് chi² വിൽ ബി ഈക്വൽ ടു 5. ഇനി അടുത്തതായിട്ട് നമുക്ക് വേരിയൻസ് ഓഫ് chi² നോക്കാം. അപ്പം വേരിയൻസ് ഓഫ് chi² എന്തായിരിക്കും? നമുക്കറിയാം വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ്. നമ്മൾ എഴുതും അതിനെ എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ദ ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതാറ് അല്ലേ? അതേമാതിരി എക്സിന്റെ സ്ഥാനത്താണ് chi² വരുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഞാൻ എക്സ്പെക്ടേഷൻ ഓഫ് x² എന്നാണ് വന്നിരിക്കുന്നത്. അതായത് chi² സ്ക്വയർ എഴുതണം. എക്സ്പെക്ടേഷൻ ഓഫ് chi² സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് chi² ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ വേരിയൻസ് കാണുക. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് chi² ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, n എന്നത് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ n-ന്റെ സ്ക്വയർ അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എന്താ കാണേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് chi² സ്ക്വയർ ആണ് എനിക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ chi² സ്ക്വയർ f ഓഫ് chi² d chi² എന്ന് നമുക്ക് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ chi²ന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി chi² സ്ക്വയർ എഫ് ഓഫ് chi² എന്ന് പറയുന്നത് ½ n/2 ബൈ ഗാമ n/2 chi² n/2 മൈനസ് 1 e⁻−chi²/2 d chi² എന്ന് നമുക്ക് എഴുതാം. ഞാൻ ഇവിടുന്ന് കോൺസ്റ്റന്റുകളെ പുറത്തേക്ക് എടുക്കുന്നു. ½ n/2 ബൈ ഗാമ n/2 അതിനെ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് വെച്ചു. അപ്പോൾ ബാക്കി ഇന്റഗ്രലിന്റെ ഉള്ളിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇവിടെ chi² സ്ക്വയർ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? chi² n/2 മൈനസ് 1 ഉണ്ട് അല്ലേ? അപ്പോൾ ഞാനിതിനെ ഈ രണ്ട് ടേമുകളെ കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നത് chi² n/2 + 2 മൈനസ് 1. ഈ പാറ്റേണിലാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്ന്. നമ്മൾ x⁻p−1 എന്നുള്ള പാറ്റേൺ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. പിന്നെ ഉള്ളത് e⁻−1/2 chi² d chi². ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇതേമാതിരി ഇൻ്റഗ്രൽ നോക്കി. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാവേണ്ടത് അതൊരു ഗാമ ഫംഗ്ഷൻ ആണ്. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി x⁻p−1 e⁻−mx ആണ് ഇവിടെ നമ്മൾ ഈ ഇന്റഗ്രൽ വന്നിരിക്കുന്നത് അല്ലേ? ആൻഡ് അങ്ങനെ വന്നാൽ നമുക്കതിനെ ഗാമ
പി ബൈ എം റേസ് ടു പി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ആദ്യം കോൺസ്റ്റന്റിനെ എഴുതുന്നു, ഹാഫ് റേസ് ടു എൻ ബൈ ടു ബൈ ഗാമ എൻ ബൈ ടു എന്ന് എഴുതുന്നു. പിന്നെ ഇവിടെ ഗാമ പി ആണ്. ഇവിടെ പിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ വന്നിരിക്കുന്നത്? ഇവിടെ പിയുടെ സ്ഥാനത്ത് ഇവിടെ എൻ ബൈ ടു പ്ലസ് ടു ആണ് വന്നിരിക്കുന്നത്. വേരിയബിൾ എക്സിന്റെ സ്ഥാനത്ത് കൈ സ്ക്വയർ, പിയുടെ സ്ഥാനത്ത് എൻ ബൈ ടു പ്ലസ് ടു ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമാതിരി എമ്മിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്താണ്? 1/2 ആണ് അല്ലെ. അപ്പൊ നമുക്കിതിനെ ഗാമ എൻ ബൈ ടു പ്ലസ് ടു ഡിവൈഡഡ് ബൈ 1/2 റേസ് ടു എൻ ബൈ ടു പ്ലസ് ടു എന്ന് നമുക്ക് എഴുതാം. That is expectation of chi-square square. That is equal to, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഹാഫ് റേസ് ടു എൻ ബൈ ടു ബൈ ഗാമ എൻ ബൈ ടു. ഇവിടെ ഉണ്ടായിരുന്ന എന്താണ്? ഗാമ എൻ ബൈ ടു പ്ലസ് ടു ആണ്. ആൻഡ് താഴെയുള്ളത് ഹാഫ് റേസ് ടു എൻ ബൈ ടു പ്ലസ് ടു എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഗാമ പി പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പി ഗാമ പി എന്ന് എഴുതാം. അതായത് ഒന്ന് കുറച്ചിട്ട് എഴുതാം അല്ലെ. അപ്പൊ ഗാമ പി പ്ലസ് ടു എന്നാണ് വന്നതെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, പി പ്ലസ് 1 ഗാമ പി പ്ലസ് 1 എന്ന് എഴുതാം. അപ്പൊ നമ്മളിവിടെ ഗാമ എൻ ബൈ ടു പ്ലസ് ടു ആണ് വന്നിരിക്കുന്നത്. അതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? എൻ ബൈ ടു പ്ലസ് 1 ഗാമ എൻ ബൈ ടു പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു സ്റ്റെപ്പ് ഞാൻ താഴ്ത്തിയിട്ട് എഴുതാൻ പോവാണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 1/2 റേസ് ടു എൻ ബൈ ടു. ഇവിടെ ഞാൻ എൻ ബൈ ടു പ്ലസ് 1 ഗാമ എൻ ബൈ ടു പ്ലസ് 1 എന്ന് ആക്കി എഴുതുന്നു, ഡിവൈഡഡ് ബൈ ഗാമ എൻ ബൈ ടു അല്ലെ. ഈ ഹാഫ് റേസ് ടു എൻ ബൈ ടു പ്ലസ് ടുവിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഹാഫ് റേസ് ടു എൻ ബൈ ടു ഇൻറ്റു ഹാഫ് റേസ് ടു 2 എന്നാക്കിയിട്ട് എഴുതാം അല്ലെ. അപ്പൊ ഈ രണ്ട് ടേമുകൾ ഹാഫ് റേസ് ടു എൻ ബൈ ടു, ഹാഫ് റേസ് ടു എൻ ബൈ ടു എന്ന് പറഞ്ഞ ടേമുകൾ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ബാക്കി എന്താ വരുന്നത്? ബാക്കി വരുന്നത് എൻ ബൈ ടു പ്ലസ് 1 വരുന്നുണ്ട്. ഇനി നമുക്ക് ഗാമ എൻ ബൈ ടു പ്ലസ് 1 ആണുള്ളത് അല്ലെ. അതിന് നമുക്ക് ഈ ഗാമ പി പ്ലസ് 1 പോലെ മാറ്റി എഴുതാം, പി ഗാമ പി എന്ന് എഴുതാമല്ലോ. അതേപോലെ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എൻ ബൈ ടു ഗാമ എൻ ബൈ ടു എന്ന് ഗാമ എൻ ബൈ ടു പ്ലസ് 1 മാറ്റി എഴുതാം. പിന്നെ താഴെ ഗാമ എൻ ബൈ ടു ഉണ്ട്, പിന്നെ ഹാഫ് റേസ് ടു 2 ഉണ്ട്. ഇതാണുള്ളത്. അപ്പൊ ഇവിടുത്തെ ഗാമ എൻ ബൈ ടു ഗാമ എൻ ബൈ ടു ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്താ നമുക്ക് വരുന്നത് നോക്കാം. ഒരു എൻ ബൈ ടു പ്ലസ് 1 ഉണ്ട് ഇൻറ്റു എൻ ബൈ ടു, താഴെ ഒരു 1/2 ഹോൾ സ്ക്വയർ, അതായത് 1/4 കിടക്കുന്നുണ്ട്. ഓർ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ്, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് എൻ പ്ലസ് 2 ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എൻ ബൈ ടു ഡിവൈഡഡ് ബൈ 1/4 എന്ന് വരും. അപ്പൊ ഇവിടെ ഈ 2ഉം 2 ഉണ്ട്, താഴെ ഒരു 4ഉം ഉണ്ട് അല്ലെ. അപ്പൊ ആ ടേമുകൾ ക്യാൻസൽ ആയിപ്പോയി അല്ലെ. പിന്നെ നമുക്ക് എന്താണുള്ളത്? എൻ ഇൻറ്റു എൻ പ്ലസ് 2 എന്നാണുള്ളത്. ഓർ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് എൻ സ്ക്വയർ പ്ലസ് 2n എന്ന് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഓഫ് കൈ സ്ക്വയർ സ്ക്വയർ. നമുക്ക് വേണ്ടത് ഏതാണ്? നമുക്ക് വേണ്ടത് വേരിയൻസ് ഓഫ് കൈ സ്ക്വയർ ആണ്. Therefore, what is variance of chi-square എന്ന് നോക്കാം. Variance of chi-square is equal to expectation of chi-square square minus expectation of chi-square the whole square. അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് chi-square സ്ക്വയർ നമുക്കിപ്പോൾ കിട്ടിയതാണ് n സ്ക്വയർ പ്ലസ് 2n എന്ന് കിട്ടിയിട്ടുണ്ട്, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് chi-square അത് നമുക്ക് n എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ n-ന്റെ സ്ക്വയർ, ഓർ ദിസ് ഇസ് n സ്ക്വയർ plus 2n minus n square, or this is equal to 2n. അതായത് വേരിയൻസ് ഓഫ് എ കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times its degrees of freedom. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണെച്ചാൽ 2 × 2 4 ആയിരിക്കും. അങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണെങ്കിൽ വേരിയൻസ് എന്താണ്? 2 × 5 10 ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ഉള്ളത്. Give PDF of T distribution with 2 degrees of freedom. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ n ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ PDF എന്താണ് നോക്കാം. The PDF of a T given by f of t is equal to 1/√n beta half comma n by 2 1 plus t square by n whole raised to minus of
n plus 1 by 2. ടി ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ടി വേരിയബിളിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. അതായത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ടി ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പം n 2 ആവുമ്പോൾ എന്തായിരിക്കും പി ഡി എഫ് എന്ന് നോക്കാം. വെൻ n is equal to 2, f of t can be written as 1 by root 2 beta half comma n by 2. n by 2 means 2 by 2, sorry, 2 by 2, 1 plus t square by 2 whole raised to minus of 2 plus 1 by 2. അങ്ങനെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 by root 2 beta half comma 2 by 2. It is beta half comma 1 എന്ന് എഴുതാം. And this is 1 plus t square by 2 whole raised to minus of 3 by 2 എന്ന് പറയും. ഇനി നമുക്ക് ഈ ബീറ്റ ഹാഫ് കോമ 1നെ എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. നമുക്കറിയാം ബീറ്റ എം കോമ എന്നിനെ നമുക്ക് ഗാമ എം ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ എന്ന രീതിയിൽ എഴുതാം അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ ബീറ്റ ഹാഫ് കോമ 1നെ നമുക്ക് എങ്ങനെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 by root 2 ബീറ്റ ഹാഫ് കോമ 1നെ ഗാമ ഹാഫ് ഗാമ 1 ഡിവൈഡഡ് ബൈ ഗാമ ഹാഫ് പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ. ദറ്റ് ഈസ് ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 3 by 2. ദിസ് ഇസ് ഈക്വൽ ടു 1 by root 2. ഈ ഗാമ ഹാഫ് പ്ലസ് 1നെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ ഗാമ പി പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം. ദർ ക്യാൻ ബി റിട്ടൺ ആസ് പി ഗാമ പി അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതുകയാണ്. അവിടെ ഞാൻ അതിനെ ഹാഫ് ഗാമ ഹാഫ് എന്ന് എഴുതാം. നമുക്ക് ഹാഫ് ഗാമ ഹാഫ്. താഴെ ആരുണ്ട്, ഒരു ഗാമ ഹാഫ് ഉണ്ട്. ഗാമ 1 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1. ഗാമ 1 is 1 അല്ലേ. 1 പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 3 by 2. അപ്പോൾ ഈ ഗാമ ഹാഫും ക്യാൻസലായി. ഇവിടെ ഒരു ഹാഫും ഉണ്ട്, ഇവിടെ ഒരു 1 by root 2 ഉണ്ട് അല്ലേ. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 by 2 root 2 1 പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 3 by 2. മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ടി ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 degrees ഓഫ് ഫ്രീഡത്തിൻ്റെ പി ഡി എഫ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് നോർമൽ chi-square ടി ആൻഡ് എഫ് ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പം നമ്മൾ ആദ്യം നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ തുടങ്ങാം. അപ്പം നമ്മളൊരു നോർമൽ റാൻഡം വേരിയബിൾ എടുക്കുകയാണ്. ലെറ്റ് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ. നമ്മളെ കയ്യിലൊരു നോർമൽ റാൻഡം വേരിയബിൾ ഉണ്ട് വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ. അപ്പോൾ ഞാനിതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഉണ്ടാക്കുകയാണ്. അപ്പം സെഡ് എന്ന് ഞാൻ കൊടുക്കുന്നു. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഉണ്ടാക്കണമെങ്കിൽ എക്സ് എന്ന് അതിൻ്റെ മീന് മൈനസ് ചെയ്യണം, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദറ്റ് ഈസ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ദാറ്റ് ഫോളോസ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദറ്റ് ഈസ് N0. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്വയർ നമ്മൾ നോക്കുകയാണ്. അതായത് സെഡ് സ്ക്വയർ അല്ലേ. അതായത് സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദിസ് വിൽ ഫോളോ എ chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degree ഓഫ് ഫ്രീഡം. അപ്പോൾ സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആയിരിക്കും. അതിൻ്റെ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degree ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഇപ്പം ഒന്നിലധികം നമ്മളടുത്ത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് ഉണ്ട് വിചാരിക്കും. അതായത് ലെറ്റ് Z1 Z2 എക്സെട്ര Zn ബി n ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ്. ഒന്നിലധികം, അതായത് നമുക്ക് n ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് ഉണ്ട് എന്ന് വിചാരിക്കും അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ ഓരോരുത്തരുടെയും സ്ക്വയർ, അതായത് Z1 സ്ക്വയർ വിൽ ഫോളോ chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degree ഓഫ് ഫ്രീഡം. അതുമാതിരി Z2 സ്ക്വയർ വിൽ ഫോളോ chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degree ഓഫ് ഫ്രീഡം. അതായത് ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാം സ്ക്വയേഴ്സ് ഫോളോ ചെയ്യുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degree ഓഫ് ഫ്രീഡം ആണ്. അതിനനുസരിച്ച് ഞാൻ ഇവരുടെയൊക്കെ സം എടുക്കണം. അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ്. അതായത് Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ എക്സെട്ര പ്ലസ് Zn സ്ക്വയർ എടുക്കുകയാണ്.
അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുകയാണ്. അപ്പം n കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ഉണ്ട് വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അവരുടെ സമ്മ് ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ സം ഓഫ് ദീസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മൾ 1+1+1 അങ്ങനെ n ടൈംസ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഫോളോസ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n ഇൻഡിപെൻഡൻറ്റ്, അത് ഓർക്കണം, n independent standard normal variables follows a chi-square distribution with n degree of freedom. ഇതാണ് സ്റ്റാൻഡേർഡ് നോർമലും chi-squareഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷനും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും chi-square ഡിസ്ട്രിബ്യൂഷനും ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സെഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഉണ്ട്. സെഡ് ഫോളോസ് n01 ആൻഡ് y എന്ന് പറഞ്ഞ മറ്റൊരു വേരിയബിൾ ഉണ്ട്. ദാറ്റ് ഫോളോസ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കയ്യിലുണ്ട്, ഒരു y എന്ന് പറയുന്ന ഒരു കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ഉണ്ട് വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം. അങ്ങനെയാണെന്ന് വെച്ചാൽ t ഈസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് y ബൈ n. അതായത് സ്റ്റാൻഡേർഡ് നോർമൽ divided by square root of chi-square by its degrees of freedom. This will follow a t distribution with n degrees of freedom. അപ്പോൾ ഇതാണ് ഈ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തീരുമാനിക്കുന്നത്. അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച chi-square റാൻഡം വേരിയബിളാണ്. ആ chi-square റാൻഡം വേരിയബിളിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നെയായിരിക്കും അതുകൊണ്ടുണ്ടാക്കുന്ന ടി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടി കിട്ടുന്നത്? ടി ഈസ് ആക്ച്വലി ratio of a standard normal variable to the square root of a chi-square random variable by its degrees of freedom. ഇങ്ങനെയാണ് നമുക്ക് ടിയും സെഡും chi-squareഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തത് എഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതായത് നമ്മളെ കയ്യിൽ ഇപ്പം 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഇപ്പം chi1 സ്ക്വയർ എന്ന് പറഞ്ഞുള്ള ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്. ദിസ് ഫോളോസ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതൊരു കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ. ആൻഡ് മറ്റൊരു കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ഉണ്ട് chi2 സ്ക്വയർ. ദിസ് ഫോളോസ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്ക് 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ഉണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു chi1 square divided by n1 divided by chi2 square divided by n2. അതായത് ഒരു കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിവൈഡഡ് ബൈ ദ സെക്കൻഡ് കൈ സ്ക്വയർ വേരിയബിൾ ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ബൈ ദയർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ഫോളോ എ എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1, n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് എഫിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. ഒന്ന് ന്യൂമറേറ്ററിൽ വരുന്ന കൈ സ്ക്വയർ റാൻഡം വേരിയബിളുടെയും മറ്റൊന്ന് ഡിനോമിനേറ്ററിൽ വരുന്ന കൈ സ്ക്വയർ റാൻഡം വേരിയബിളുടെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ടി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ടും എഫിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ടി റാൻഡം വേരിയബിൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് എ റേഷ്യോ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ കൈ സ്ക്വയർ വേരിയബിൾ വിത്ത് ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അല്ലേ? ഇവിടെ സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു n01 ആയിരുന്നു. y എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരുന്നു. ഇത് ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ടി എൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യുകയാണ്. വാട്ട് ഇസ് ടി സ്ക്വയർ? ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നു ദാറ്റ് ഈസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ റൂട്ട് പോയി അല്ലേ, y ബൈ n എന്ന് വന്നു അല്ലേ. വാട്ട് ഈസ് സെഡ് സ്ക്വയർ? സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ സ്ക്വയർ ആണ് അല്ലേ. ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ സ്ക്വയർ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഞാൻ അതിനെ ഡിവൈഡഡ് ബൈ 1 എഴുതി, കുഴപ്പമില്ലല്ലോ, 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ നമ്മുടെ y എങ്ങനത്തെ റാൻഡം വേരിയബിൾ ആണ്? y ഇസ് എ കൈ സ്ക്വയർ വേരിയബിൾ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ. അപ്പോൾ കൈ സ്ക്വയർ n എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ആണ് y ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇത് നോക്കൂ, ഇത് രണ്ടും റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ബൈ ദയർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദാറ്റ് വിൽ ഫോളോ
AF distribution. ഈ F distribution ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? ആദ്യം ന്യൂമറേറ്ററിലത്തെ കൈ സ്ക്വയറിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരും, അതിനുശേഷം ഡിനോമിനേറ്ററിലുള്ള കൈ സ്ക്വയറിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരും. ദിസ് ഫോളോസ് AF distribution വിത്ത് 1, ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ ഓഫ് എ ടി റാൻഡം വേരിയബിൾ ഈസ് AF റാൻഡം വേരിയബിൾ. അതും കൂടിയുണ്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ PDF ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 1/2 ആൻഡ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആർ ദി സെയിം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ തീറ്റ വരുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDFനെ നമ്മളിങ്ങനെ എഴുതുക. f(x) is equal to തീറ്റ e raised to minus തീറ്റ എക്സ് വേർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ ഞാൻ തീറ്റയുടെ അവിടെ പാരാമീറ്റർ ഹാഫ് ആണ് വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും നോക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു ഹാഫ്. വാട്ട് ഈസ് f(x)? f(x) is equal to 1/2 e raised to minus x/2 എന്ന് വരും അല്ലേ. തീറ്റയുടെ സ്ഥാനത്ത് 1/2 ആണ്. അപ്പം ഇതായിരിക്കും തീറ്റ ഹാഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാരാമീറ്റർ ഹാഫ് ആയിട്ടുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF. അപ്പം ഇത് നമുക്കിങ്ങനെ കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ PDFും ഇതന്നെയാണോ കിട്ടുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ f ഓഫ് കൈ സ്ക്വയർ എന്നാണ് നമ്മൾ സാധാരണ കൈ സ്ക്വയർ വേരിയബിളിന് എഴുതുന്നത്. അപ്പം കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് നമ്മൾ എങ്ങനെ എഴുതാറ്? f ഓഫ് കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 raised to n/2 divided by gamma n/2 chi square raised to n/2 minus 1 e raised to minus chi square by 2. ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. വേർ chi square is greater than 0. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ വേരിയബിളിനെ നമ്മൾ x കൊണ്ട് ഡിനോട്ട് ചെയ്തു, ഇവിടെ വേരിയബിളിനെ chi square കൊണ്ട് ഡിനോട്ട് ചെയ്തു എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ വെൻ n is equal to 2 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് നമ്മളെ കൈ സ്ക്വയർ റാൻഡം വേരിയബിളിനുള്ളതെങ്കിൽ എങ്ങനെ നമുക്ക് f ഓഫ് കൈ സ്ക്വയറിനെ എഴുതാൻ പറ്റും? f ഓഫ് കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 raised to n-ന്റെ സ്ഥാനത്ത് 2 കൊടുത്തു, 2/2 ഡിവൈഡഡ് ബൈ ഗാമ 2/2 കൈ സ്ക്വയർ റേസ് ടു 2/2 മൈനസ് 1 e raised to മൈനസ് കൈ സ്ക്വയർ ബൈ 2 ആൻഡ് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഇവിടെ ഹാഫ് റേസ് ടു 2/2 ദാറ്റ് ഈസ് ഹാഫ് റേസ് ടു 1 എഴുതുക, ഹാഫ്. ആൻഡ് ഡിനോമിനേറ്ററിൽ ഗാമ 2/2 അതായത് ഗാമ 1 എന്ന് വരും. ഗാമ 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ആൻഡ് ഇവിടെ വരുമ്പം കൈ സ്ക്വയർ റേസ് ടു 2/2 1 മൈനസ് 1 അപ്പോൾ അതിൻ്റെ പവറിൽ 0 വന്നു. ആൻഡ് ഇ റേസ് ടു മൈനസ് നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 കൈ സ്ക്വയർ എന്ന് എഴുതാം. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2 e raised to minus 1/2 chi square greater than 0. ഇതാണ് നമുക്ക് f ഓഫ് കൈ സ്ക്വയർ കിട്ടിയത് വിത്ത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതാണ് നമുക്ക് f ഓഫ് എക്സ് കിട്ടിയിരിക്കുന്നത് വിത്ത് പാരാമീറ്റർ ഹാഫ്, അതായത് 1/2 e raised to മൈനസ് മൈ വേരിയബിൾ ഡിവൈഡ് ബൈ 2. അതേമാതിരിയുള്ള തന്നെയല്ലേ എവിടെയും വന്നിരിക്കുന്നത് 1/2 e raised to മൈനസ് 1/2 കൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? PDF ഓഫ് എൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 1/2 ആൻഡ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആർ ദി സെയിം.